എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സൈറ്റിൽ പോയിട്ട് നമ്മുടെ KYC, നമ്മുടെ ബാങ്ക് ID പ്രൂഫും ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോമിലോ ഗൂഗിളിലോ പോയിട്ട് നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. MySaving.in എന്ന് പറയുന്ന നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ID നമ്പറോ യൂസർ നെയിമോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ ഡാഷ്ബോർഡ് ഒന്ന് കാണാം, റെഡ് കളറിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇടത്തെ ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലായിട്ട് 3 ലൈൻ കാണാം. ഈ 3 ലൈനിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഒരു മെനു ബട്ടൺ ഇങ്ങനെ വരും. ഡാഷ്ബോർഡ്, പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഡാഷ്ബോർഡ് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് കിടക്കുന്നത് പ്രൊഫൈലാണ്. ആ പ്രൊഫൈലൊന്ന് തൊടുക, ടച്ച് ചെയ്യാം. അപ്പോൾ അതിൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന് കാണാം. ഇതിലാണ് നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ എഡിറ്റ് പ്രൊഫൈലിൽ പോവാം. എഡിറ്റ് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേര് വരും. അതിനുശേഷം നമുക്ക് പ്രൊഫൈൽ ഇമേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊഫൈൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഒരു ഫോട്ടോ, നമ്മുടെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിതിൽ ചൂസ് ഫയൽ എന്ന് ഒരു ചെറിയൊരു കള്ളിയിൽ കാണാം. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ പോകും. ഗാലറിയിൽ പോയിട്ട് നമ്മുടെ ഫയലിലൊക്കെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ അപ്ലോഡ് ആവും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൽ ID ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കാം. നോമിനി, നമ്മുടെ അവകാശി ആരാണ്, നമ്മൾ നോമിനിയുടെ ഒരു ഡീറ്റെയിൽസിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ നോമിനിയുടെ പേര് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം റിലേഷനാണ്, ആ നോമിനിയുമായിട്ട് നമ്മുടെ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ സെലക്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കള്ളിയിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, തൊട്ട് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം ചോദിക്കും. നമ്മുടെ ഫാദറാണോ, നമ്മുടെ മദറാണോ, ഹസ്ബൻഡാണോ, വൈഫാണോ, സണ്ണാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ നോമിനിയായിട്ട് കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ ID പ്രൂഫ്, ആധാർ കാർഡോ പാൻ കാർഡോ, ബാങ്കിൻ്റെ ആധാർ കാർഡോ പാൻ കാർഡോ അല്ലെങ്കിൽ ID പ്രൂഫ്, ഏതെങ്കിലും ഒരു ID പ്രൂഫിൻ്റെ ID നമ്പർ അവിടെ കൊടുക്കണം. ഓക്കെ, ID നമ്പർ അവിടെ എഴുതാം. അതിനുശേഷം അതിൻ്റെ ഒരു ഫ്രണ്ട് പേജ്, ID പ്രൂഫിൻ്റെ ഒരു പേജ് നമ്മൾ ഓൾറെഡി ഫോട്ടോ എടുത്ത് വയ്ക്കണം. അതും ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ചെറിയൊരു ഫോട്ടോ ഓഫ് ID പ്രൂഫിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഓക്കെ, ഗാലറിയിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അറ്റാച്ച് എന്ന് കേട്ടില്ലേ, അറ്റാച്ചിൽ ജസ്റ്റ് ഒന്ന് ചൂസ് ഫയലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗാലറിയിൽ പോകും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസാണ്. അത് നമ്മുടെയാണ്. ഇപ്പോൾ നോമിനിയുടെ നമ്മൾ കൊടുത്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പാൻ നമ്പറാണ്. അപ്പോൾ അവിടെ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാൻ കാർഡ് ഇതുപോലെ തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ആ ചൂസ് ഫയലിലൊന്ന് തൊട്ടാൽ മതി. ചൂസ് ഫയലിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫയലിലേക്ക് പോകും. അപ്പോൾ നമ്മളതൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുക, മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അതെല്ലാം റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ അപ്ലോഡ് ആവും. ഓക്കെ, പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസാണ്. ആധാറിൻ്റെ നമ്പർ കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ആധാറിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഒരു കോപ്പി ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിന് ആ ചൂസ് ഫയൽ ഒന്നുകൂടി തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ പോയിട്ട് അത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസാണ്. ഓക്കെ, ബാങ്കിൻ്റെ പേര്, ഓക്കെ, ബാങ്ക് നെയിം, അവിടെ നമ്മുടെ ബാങ്കിൻ്റെ പേര് ഏതാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആണോ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയാണോ, ഫെഡറൽ ബാങ്ക് ആണോ, ധനലക്ഷ്മി ബാങ്ക് ആണോ, ICICI ബാങ്ക് ആണോ, ഏത് ബാങ്ക് ആണെങ്കിൽ ആ ബാങ്കിൻ്റെ പേര് കൊടുക്കുക, നമ്മുടെ അക്കൗണ്ടിലുള്ള ബാങ്ക്. അതിനുശേഷം ചോദിച്ചാൽ അക്കൗണ്ട് നമ്പറാണ്. അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം അക്കൗണ്ട് നെയിമാണ്, നമ്മുടെ പാസ്ബുക്കിലുള്ള നെയിം. ഓക്കെ, പേര് എന്താണോ കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ പേര് അവിടെ ടൈപ്പ് ചെയ്യുക. ബ്രാഞ്ച് നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് എവിടെയാണ്, ആ ബ്രാഞ്ചിൻ്റെ പേര്, അതൊക്കെ നമ്മുടെ പാസ്ബുക്കിലുണ്ടായിരിക്കും. അതിനുശേഷം IFSC കോഡ്, ബാങ്കിൻ്റെ IFSC കോഡാണ് ചോദിച്ചിരിക്കുന്നത്, അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇതിന് ചോദിച്ചിരിക്കുന്നത് ബാങ്കിൻ്റെ ചെക്ക് ലീഫോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ പാസ്ബുക്കോ, അതിലേതെങ്കിലും ഒന്ന് മതി. ആ ചൂസ് ഫയൽ നേരത്തെ തൊട്ട പോലെ തന്നെ തൊട്ടിട്ട് ആ ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജോ
അല്ലെങ്കിൽ ബാങ്കിൻ്റെ ചെക്ക് ലീഫും നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാം. ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എല്ലാം റെഡിയാക്കി വയ്ക്കുക. ഗാലറിയിൽ നമ്മുടെ നോമിനിയുടെ ID പ്രൂഫ്, അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്ക്, ഇതൊക്കെ ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ പാസ്ബുക്ക് കയ്യിലുണ്ടായാലും മതി. അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എല്ലാ പ്രൂഫും ഒപ്പം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടിയും നമുക്കിതൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സുഖമാണ്. അതിന് ശേഷം എന്ത് ചെയ്യാം, അപ്ഡേറ്റ് കൊടുക്കാം. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മൾ സബ്മിറ്റ് ആവും. സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഓഫീസിൽ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം അത് വെരിഫിക്കേഷൻ എന്ന് കാണിക്കും, വെരിഫൈഡ് എന്ന് കാണിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് വെരിഫൈ ആയെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ അത് ചെയ്ത് നോക്കാം. ഓക്കെ. താങ്ക് യു വെരി മച്ച്.